നമ്മുടെ കണ്ണ് ചലിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ കാഴ്ച ചലിക്കാതിരിക്കാൻ നമ്മുടെ ഫോണിലൊക്കെയുള്ള സ്റ്റെബിലൈസറിനേക്കാൾ മികച്ച സംവിധാനമാണ് നമ്മുടെ കണ്ണിലുള്ളത്. നമ്മുടെ കണ്ണ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ പൂർണ്ണരായും അന്ധരാണ്. കാഴ്ച ബ്ലറാകാതിരിക്കാൻ നമ്മുടെ തലച്ചോറ് തന്നെ കാഴ്ചയെ തടഞ്ഞു വെക്കുന്നു. ഒരു സെക്കൻഡിന്റെ 1000-ൽ 1 അംശം, അതായത് ആ മില്ലി സെക്കൻഡ് കാഴ്ച ബ്ലറാകാതിരിക്കാൻ നമ്മുടെ തലച്ചോറ് തന്നെ കാഴ്ചയെ തടഞ്ഞു വെക്കുന്നു. ഇതിനെ സൈക്കാഡിക് മാസ്കിംഗ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ശരിയായ കാഴ്ചക്ക് വേണ്ടി നമ്മുടെ കണ്ണ് തടഞ്ഞു വെക്കുന്ന ഈ സമയം കൂട്ടിയാൽ ഓരോ ദിവസവും 1 മണിക്കൂർ നമ്മൾ കണ്ണ് കാണാത്തവരാണ്. ആ മില്ലി സെക്കൻഡിലുള്ള കാഴ്ച മുറിഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ കണ്ണ് എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് ആ പുതിയ ചിത്രത്തെ നമ്മുടെ തലച്ചോറ് നമ്മുടെ ബോധത്തിലേക്ക് എത്തിക്കും. ഇതൊന്ന് പരീക്ഷിക്കുവാൻ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നമ്മുടെ 2 കൃഷ്ണമണിയിലേക്കും മാറി മാറി നോക്കിയാൽ അത് മാറുന്നതായി നമുക്ക് തോന്നില്ല. കാരണം നമ്മൾ തന്നെയാണ് നോക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആ ഇടയിലുള്ള മില്ലി സെക്കൻഡ് നമ്മുടെ ശരിയായ കാഴ്ചക്ക് വേണ്ടി കണ്ണ് തന്നെ മറച്ചു വെക്കുകയാണ്. ഇനി നിങ്ങൾ 2 കണ്ണിലേക്കും മാറി മാറി നോക്കുന്നത് ഒരു വീഡിയോ എടുത്താൽ നിങ്ങൾ കൃഷ്ണമണികൾ ചലിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് ആ സമയത്ത് നിങ്ങളുടെ കണ്ണ് ചലിക്കുന്നത്, നിങ്ങളുടെ കൃഷ്ണമണി ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കുലുങ്ങാതിരിക്കാൻ നമ്മുടെ ചെവിക്കുള്ളിലുള്ള ബാലൻസ് നിയന്ത്രിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റമാണ് കാരണം. ഇതിലൂടെ പ്രവർത്തിക്കുന്ന VOR എന്ന സംവിധാനം, അതായത് വെസ്റ്റിബുലർ ഓക്കുലർ റിഫ്ലക്സ് എന്ന സംവിധാനം, തലയുടെ ചലനത്തിന് വിപരീതമായി ചലിച്ച് നമ്മുടെ കാഴ്ചയെ ലോക്ക് ചെയ്ത് കൃത്യമായ കാഴ്ച നമുക്ക് നൽകുന്നു. ഈ സംവിധാനം ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ച ഇങ്ങനെയായിരിക്കും. അതായത് ഒരാൾ വിറക്കുന്ന കൈകൊണ്ട് ഓടിക്കൊണ്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും, ആ വീഡിയോ എത്രത്തോളം ഷേക്കിംഗ് ഉണ്ടാകുമോ, ആ രീതിയിലാണ് ഈ ലോകത്തെ നമ്മൾ കാണുക. ഏറ്റവും വലിയൊരു അത്ഭുതം, നമ്മളൊരു ചലനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തലച്ചോറ് അത് മുൻകൂട്ടി പ്രവചിച്ച് നമ്മുടെ കണ്ണിനെ തയ്യാറെടുപ്പിക്കുന്നു എന്നതാണ്. ഇന്നേ വരെ ഒരു ക്യാമറക്കും സാധിക്കാത്ത പ്രവചന വേഗതയും സ്പീഡ് എഡിറ്റിങ്ങും നമ്മുടെ കണ്ണിനെ വേറിട്ടതാക്കുന്നു. ഇതെല്ലാം സംവിധാനിച്ചവനെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ചിന്തിക്കുന്നവർക്കെല്ലാം ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്.